ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ആമസോൺ ഹോൾ വീഡിയോ ആണ്. കുറച്ച് ബ്യൂട്ടി പ്രോഡക്റ്റുകളൊക്കെയാണ്, സ്കിൻ കെയർ, ഹെയർ കെയർ പ്രോഡക്റ്റുകളാണ്. അതേപോലെ തന്നെ നമ്മൾ എണ്ണ തേക്കുന്നതിന്റെ ബെനിഫിറ്റ്സ് കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിൻ ആയിട്ടും പറയുന്നത്. നമ്മുടെ ശരീരത്തിലും അതേപോലെ തന്നെ മുടിയിലും എണ്ണ തേക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിന്റെ ഗുണങ്ങളെക്കുറിച്ചും. അപ്പൊ ഇവിടെ എന്റെ കയ്യിലുള്ള കോക്കനട്ട് ഓയിലാണ്, 100% പ്യുവർ ആയിട്ടുള്ള കോക്കനട്ട് ഓയിലാണ്. പാരച്യൂട്ട് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഓയിലാണ് നമ്മളിവിടെ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന ഒരു ഓയിലാണ് കേട്ടോ. അപ്പോൾ ഓയിൽ നമ്മൾ സ്കിന്നിൽ തേക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് വെളിച്ചെണ്ണയാണ് നമ്മുടെ കേരളത്തിലുള്ളവർക്ക് ദേഹത്ത് തേക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓയിൽ. ഇത് തലയിലും തേക്കാം കേട്ടോ. അങ്ങനത്തെ സ്കിന്നിന് ഹെയറിനും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ എണ്ണ തേക്കുന്നതിന്റെ ഗുണങ്ങൾ പറയാനാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് ചുളിവുകളില്ലാതിരിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഡ്രൈ സ്കിൻ ഉള്ളവർക്കെല്ലാം ഡെയിലി എണ്ണ തേക്കുന്നത് നല്ലതാണ്. അല്ലാത്തവർക്ക് നമുക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ഫുൾ നമ്മൾ ശരീരത്തിൽ എണ്ണ തേച്ച് കുളിക്കുന്നത് നല്ലതാണ്. എണ്ണ തേക്കുമ്പോൾ ഒരു 20 മിനിറ്റെങ്കിലും എണ്ണ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നിന്നതിന് ശേഷം വേണം കുളിക്കാൻ. അതേപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പൊക്കെ പാദങ്ങളിൽ ഒരല്പം എണ്ണ തേക്കുന്നത് വളരെ നല്ലതാണ്. നല്ല ഉറക്കം കിട്ടാനൊക്കെ നല്ലതാണ്. അതുപോലെ കണ്ണിന്റെ ആരോഗ്യത്തിനും നല്ലതാണ്. നമ്മൾ ഇന്ന് കാണിക്കുന്ന പ്രോഡക്റ്റുകളിലെല്ലാം ലിങ്ക് ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വയ്ക്കാം. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്തോണേ. അപ്പൊ അടുത്തത് വന്നിട്ട് പാരച്യൂട്ടിന്റെ ഹെയർ ഓയിൽ ആണ്. ഇതിൻ്റെ അകത്താണെങ്കിൽ കുറെ ആയുർവേദിക് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഓയിലാണ്. ഇതിന്റെ പ്രൈസ് പറയാനാണെങ്കിൽ 140 ആ ഒരു റേഞ്ചേ ഉള്ളൂ ഇതിന്റെ പ്രൈസ്. നല്ല ഒരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ്. കാര്യം ഓയിൽ നമ്മൾ പലരും ഉണ്ടാക്കുമ്പോൾ ഓയിൽ കരിഞ്ഞു പോകുന്നു എന്നൊക്കെ പറയാറില്ലേ. അപ്പൊ അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ കാച്ചി എണ്ണയുടെ ഗുണം കിട്ടത്തില്ല. പ്രത്യേകിച്ച് നമ്മുടെ തലയിൽ വെക്കാനൊക്കെ നല്ലത് കാച്ചി എണ്ണ തന്നെയാണ്. അപ്പൊ അങ്ങനെ തയ്യാറാക്കിയിരിക്കുന്ന ഒരു ആയുർവേദിക് ഓയിലാണ്. കുറെ ഹെർബൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട്, നമുക്കറിയാം ഉലുവയൊക്കെ നമ്മുടെ മുടി വളർച്ചയെ സഹായിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ എല്ലാം ചേർന്നിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ഓയില്. അപ്പൊ നമ്മൾ തലയിൽ എണ്ണ തേച്ച് കുളിക്കുന്നത് നമ്മുടെ മുടി നിര കുറയ്ക്കാനായിട്ട്, അതുപോലെ തന്നെ ഹെയർ ഫാൾ ഒക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഒരുപാട് ഇപ്പോഴത്തെ പിള്ളേരൊക്കെ, ടീനേജേഴ്സൊക്കെ നമ്മൾ ഈ എണ്ണ തേച്ച് കുളിക്കുന്ന ആ ഒരു ശീലം ഇല്ലാത്തവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരും ഇത് ചെയ്യുക. കാര്യം മുടി പെട്ടെന്ന് അല്ലെങ്കിൽ നരച്ചു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ അകറ്റാനായിട്ട് ഈ ഒരു ഓയിൽ സഹായിക്കും. ഇത് ഓർഗാനിക് നെട്രയുടെ നീം ഓയിലാണ്. ഇത് നമുക്ക് താരൻ, അതുപോലെ തന്നെ പേൻ ശല്യം, ഇതുപോലുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ടാകും, കുട്ടികളുണ്ടാകും. അപ്പോൾ അവർക്കൊക്കെ ഇതിൻ്റെ ഒരു അല്പം ഓയിൽ ഇടയ്ക്ക് ഒന്ന് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. അത്തരം പ്രശ്നങ്ങളൊക്കെ നിശേഷം മാറാനായിട്ട് സഹായിക്കും. വല്ല സ്കിൻ അലർജിയോ ചൊറിച്ചിലോ കാര്യങ്ങളോ ഒക്കെ വരുവാണെങ്കിൽ ഇത് നമുക്ക് പെട്ടെന്ന് എടുത്ത് അപ്ലൈ ചെയ്യാനായിട്ടും നല്ലതാണ് ഈ ഒരു നീം ഓയിൽ. ഇത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിരുന്ന വൗവിൻ്റെ ഫേസ് വാഷാണ്. ഇതിപ്പോൾ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുതിയത് വാങ്ങിയതാണ്. പുതിയത് വാങ്ങിയത് ആപ്പിൾ സിഡർ വിനിഗർ ഫേസ് വാഷാണ്. ഇതിൻ്റെ അകത്തുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്ന ആപ്പിൾ സിഡർ വിനിഗറും അതുപോലെ തന്നെ അലോവേരയുമാണ്. ബിൽറ്റിൻ ആയിട്ടുള്ള ഒരു ഫേസ് ബ്രഷ് കൂടി ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. സോഫ്റ്റ് ആയിട്ടുള്ള സിലിക്കോൺ ബ്രഷസ് ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത നമ്മുടെ ഫേസ് ചെറിയൊരു മസാജ് ചെയ്യുന്ന ഒരു ഗുണം കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കാനൊക്കെ സഹായിക്കും. അതുപോലെ ഡീപ്പ് ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് നല്ലതാണ്. 300 റേഞ്ചാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇത് ചാമോൺ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഹാൻഡ് മെയ്ഡ് സോപ്പാണ്. ഇത് 4 എണ്ണത്തിൻ്റെ ഒരു പാക്കായിട്ടാണ് നമുക്ക് വാങ്ങിക്കാൻ പറ്റുക. ആമസോണിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. പല സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള വ്യത്യസ്തമായിട്ടുള്ള ഗുണങ്ങളുള്ള വ്യത്യസ്തമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണ് ഈ ഒരു സോപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. എനിക്കിതിൽ ഗോഡ് മിൽക്ക് ചേർന്നിരിക്കുന്ന ഒരു സോപ്പാണ് കൂടുതൽ ഇഷ്ടം. ഇത് കളർ ബാറിൻ്റെ നെയിൽ പോളിഷ് റിമൂവർ ആണ്. കോട്ടൺ പാഡിൽ നെയിൽ പോളിഷ് റിമൂവർ അല്പം അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ നെയിലിൽ സർക്കുലർ മോഷനിലൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 100 രൂപയാണ് കേട്ടോ. ഇത് ഡീബെല്ലിൻ്റെ ജെൽ നെയിൽ പോളിഷാണ്. ഡീപ്പ് മെറൂൺ ഷെയ്ഡാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ. ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഇത് ജെൻസിനുള്ളൊരു പ്രോഡക്റ്റാണ്. നിവ്യയുടെ മെൻ ഷേവിങ് സെൻസിറ്റീവ് ഫോമാണ്. ഷേവ് ചെയ്യുമ്പോഴുള്ള ഇറിറ്റേഷൻസ്, ബുദ്ധിമുട്ടൊക്കെ അകറ്റാനായിട്ട് സ്മൂത്തായിട്ട് നമുക്ക് ഷേവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. 200 ml വില വരുന്നത് 200 രൂപ ആ ഒരു റേഞ്ചിലാണ് കേട്ടോ. 50 ml ഇതിൻ്റെ കൂടെ എക്സ്ട്രാ കൂടി തരുന്നുണ്ട്. അടുത്തത് നിവ്യയുടെ തന്നെ ആഫ്റ്റർ ഷേവ് ലോഷനാണ്. ഷേവ് ചെയ്തതിന് ശേഷം സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, സ്കിന്നിൽ എന്തെങ്കിലും ഇറിറ്റേഷൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം മാറാനായിട്ടും പെട്ടെന്ന് നന്നായിട്ട് ഒരു ഫ്രഷ് ലുക്ക് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇത് ലോറിയൽ പാരീസിൻ്റെ റെവിറ്റാലിഫ്റ്റ് ക്രിസ്റ്റൽ ക്ലിയർ മൈക്രോ എസൻസ് ആണ്. ഇത് നമുക്കൊരു പ്രൈമറായിട്ടും അതുപോലെ മോയ്സ്ചറൈസറായിട്ടും ഒക്കെ നമുക്ക് കുളി കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാം എന്നൊരു ഗുണമുണ്ട്. അപ്പോൾ സ്കിന്നിലേക്ക് പെട്ടെന്ന് ഇത് അബ്സോർബ് ആകും കേട്ടോ. ആ രീതിയിലുള്ളതാണ്. ലൈറ്റ് വെയ്റ്റ് ആണ്. ഓയിലി സ്കിന്നുകാർക്കെല്ലാം വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണിത്. ഇപ്പൊ എന്റെ കയ്യിൽ 2 സൺസ്ക്രീൻ ആണുള്ളത്. ഇത് വൗവിന്റെ സൺസ്ക്രീൻ ആണ്. അതായത് SPF 35 ആണ് ഇതിലുള്ളത്. SPF 35 എന്ന് പറഞ്ഞാൽ സൺ പ്രൊട്ടക്ഷൻ ആണ് ഇത് പറയുന്നത്. PA++ ആണ്.
പിന്നെ ഇത് ന്യൂട്രിഗ്ലോയുടെ സൺസ്ക്രീൻ ആണ്. അതേപോലെ തന്നെ ഒരു ഫെയർനെസ് ലോഷൻ കൂടിയാണ്. അങ്ങനെ 2 ഡിഫറെന്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ ആണ്. സൺസ്ക്രീൻ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളെ സൂര്യപ്രകാശം ഏറ്റിട്ടുള്ള കരിവാളിപ്പ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് നല്ലതാണ്. അപ്പൊ ഇത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പുറത്ത് പോകുന്നതിന് കുറച്ച് നേരം മുമ്പ്, അതായത് ഒരു 20-30 മിനിറ്റിന് മുമ്പായിട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു 2 ഹവേഴ്സിന്റെ പ്രൊട്ടക്ഷൻ ഒക്കെ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ അതിനുശേഷവും നമ്മൾ വെയിലത്ത് സ്പെൻഡ് ചെയ്യേണ്ട സാഹചര്യം ആണെങ്കിൽ നമ്മൾ റീഅപ്ലൈ ചെയ്യണമെന്നാണ് ശരിക്കും സ്കിൻ സ്പെഷ്യലിസ്റ്റ് പറയുന്ന ഒരു കാര്യം. അപ്പൊ എന്നാൽ മാത്രമേ നമുക്ക് അതിന്റെ റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. ഇത് SPF 40 ആണ് ന്യൂട്രിഗ്ലോയുടെ. ഇത് SPF 40 അത്രയും പ്രൊട്ടക്ഷൻ കൂടുതലാണ്. ശരിക്കും പറഞ്ഞാൽ കുറച്ച് പ്രൊട്ടക്ഷൻ കൂടിയത് നല്ലത് തന്നെയാണ് കേട്ടോ. അടുത്തത് പ്ലാമേഴ്സിന്റെ സ്കിൻ ഫേമിംഗ് ലോഷൻ ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ ചുളിവുകളൊക്കെ വരാതിരിക്കാനായിട്ടും അതുപോലെ തന്നെ ഡെലിവറിക്ക് ശേഷവും വെയിറ്റ് ലോസിന് ശേഷവും ഒക്കെ സ്കിന്നിൽ ഇടിഞ്ഞു തൂങ്ങുന്ന അവസ്ഥ ഉണ്ടാവാറില്ല. ഇപ്പൊ ഒരുപാട് പേര് പറയുന്ന പ്രശ്നമാണ്. അപ്പൊ അതൊക്കെ അകറ്റാനായിട്ട് ഈ ഒരു ലോഷൻ ഹെൽപ്പ് ചെയ്യുന്നുള്ള. ഇതിൻ്റെ അകത്ത് ഷീ ബട്ടർ, കൊക്കോ ബട്ടർ, ഇലാസ്റ്റിൻ, കൊളാജൻ എന്നിവയുണ്ട്. അപ്പൊ അതെല്ലാം തന്നെ നല്ലതാണ് നമ്മുടെ സ്കിന്നിന്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റുകളെല്ലാം നമ്മൾ ആമസോൺ ലിങ്ക്, മൈ ഹോട്ട് സ്റ്റോർ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അറിവുകളൊക്കെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഉടൻ തന്നെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.